أني أمرتهن أن يقرأن كل ليلة سورة الواقعة لأني سمعت من رسول الله صلى الله عليه وسلم من قرأ سورة الواقعة كل ليلة لم تصبه فاقة أبدا. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് എല്ലാ രാത്രിയിലും നിങ്ങൾ അൽ-വാഖിഅ സൂറത്ത് ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാപ്പ മരിച്ചാൽ നിങ്ങൾക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല കുട്ടികളെ, നിങ്ങൾ എല്ലാ രാത്രിയിലും അൽ-വാഖിഅ ഓതണം കേട്ടോ. എന്തുകൊണ്ട്? ലിഅന്നി സമിഅതു മിൻ റസൂലില്ലാഹ് മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല, എല്ലാ രാത്രിയിലും ഒരാള് അൽ-വാഖിഅ സൂറത്ത് ഓതിയാൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. അവരെല്ലാ രാത്രി അൽ-വാഖിഅ ഓതുന്നവരാണ്. ഞാൻ മരിച്ചതുകൊണ്ട് കുട്ടികളുടെ അന്നം മുടങ്ങൂല ഖലീഫ. അതൊന്നും എനിക്ക് പേടില്ല ഖലീഫ. ഔലിയാക്കന്മാരെ മാത്രം അവര് ബക്കായികളാണ്. അവര് സ്വന്തത്തിൽ കരിഞ്ഞു. ഏറ്റവും വലിയ ആളല്ലേ ഇബ്നു മസ്ഊദ്? തഅല്ലമുൽ ഖുർആന അൻ അർബഅ, നാലാളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിച്ചോളൂ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. നാലാളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിച്ചോളൂ. ആരാ നാലാള്? ഇബ്നു മസ്ഊദിൻ, ഉബയ്യ് ഇബ്നു കഅബിൻ, ومعاذ بن جبل وسالم مولى ابي حذيفه ان محمد مصطفى تعلموا القران عن اربعه. നാലാളിൽ നിന്ന് ഖുർആൻ പഠിച്ചോളൂ മുത്ത് മുഹമ്മദ് മുസ്തഫ. കേട്ടോളൂ. ഒന്ന് ഇബ്നു മസ്ഊദിൻ, രണ്ട് ഉബയ്യ് ഇബ്നു കഅബിൻ, മൂന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, നാല് സാലിം മൗല അബി ഹുദൈഫ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് അല്ലാഹുവിന്റെ കോടതിയിലെ തുലാസിലേക്ക് വെച്ചാൽ അസ്ഖലു മിൻ ഉഹുദിൻ, ഓരോ കാലും ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ ഇബ്നു മസ്ഊദിന്റെ, എന്റെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ കാല് അല്ലാഹുവിന്റെ കോടതിയിൽ മീസാനിൽ വെക്കും. അത് വെച്ച് കഴിഞ്ഞാൽ അസ്ഖലു മിൻ ഉഹുദിൻ, ഓരോ കാലും ഉഹദ് മലയേക്കാൾ ഭാരം ഉണ്ടാകുമെന്ന്. 1.5 കിലോമീറ്റർ ഉയരത്തിലും 6 കിലോമീറ്റർ വീതിയിലും നീളത്തിലുമുള്ള മദീന കണ്ട ഏറ്റവും വലിയ പ്രധാന പർവ്വതമാണ് ഏത്? ഉഹദ് മല. ആ ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടാകും ആരെ കാലിന്? അല്ലാഹുവിന്റെ കോടതിയിൽ. കാരണം ഈ കാലുകൊണ്ട് അദ്ദേഹം ചെയ്ത നന്മക്ക് കയ്യും കണക്കൂല്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ ഖുർആനിലെ الرحمن علم القرآن خلق الإنسان علمه البيان. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് കഅബാലയത്തിന്റെ അടുത്ത് പോയി ഇത് ഓതുക? ഫഖാമ ഇബ്നു മസ്ഊദിൻ, അപ്പോൾ ഇബ്നു മസ്ഊദ് എണീറ്റു. അന യാ റസൂലല്ലാഹ് ഫഖാല ലാ ഇജ്ലിസ് ഉരീദു മൻ ലഹു അശീറ, നല്ല കരുത്തന്മാരായ കുടുംബക്കാരുള്ള ഒരാളാണ് പോകേണ്ടത്. കാരണം നിനക്ക് നീ ഒരു പാവപ്പെട്ട ചങ്ങാതിയാണ്, നീ അവിടെ പോയി ഓതിയാൽ തന്നെ അടിച്ചവര് ശരിയാക്കും. എന്നാൽ കുടുംബത്തിനെ പേടിച്ചിട്ടെങ്കിലും തല്ലാൻ ധൈര്യം ഉണ്ടാവൂല. അങ്ങനത്തെ കുടുംബക്കാരുള്ള ഒരാളാരായി കൂട്ടത്തിൽ ഓടാൻ പോകാനുള്ളത്. ഒരാൾ എണീറ്റില്ല. ഫഖാമ ഇബ്നു മസ്ഊദ് സാനിയൻ, രണ്ടാമത്തവും എണീറ്റത് ഇബ്നു മസ്ഊദാണ് റളിയല്ലാഹു അൻഹു. അപ്പോഴും ഹബീബ് പറഞ്ഞു, ഉരീദു മൻ ലഹു അശീറ, കുടുംബമുള്ള ഒരാളെയാണ് എനിക്ക് വേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ ചോദിച്ചു, കഅബാലയത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഈ ആയത്തോടാൻ, ഈ സൂറത്തോടാൻ ആരാണുള്ളത്? ഫമാ ഖാമ അഹദുൻ, ഒരാളും എണീറ്റില്ല. ഫഖാമ ഇബ്നു മസ്ഊദ് സാലിസഹ, മൂന്നാമത്തെ വട്ടം എണീറ്റത് ആരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പോയി അവിടെ പോയി ഇന്നത്തെ ബഹുമാനപ്പെട്ട മഖാമിന്റെ ഇബ്രാഹിം ആ ഏരിയയിൽ പോയി നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇബ്നു മസ്ഊദ് ഓത്തങ്ങോട്ട് തുടങ്ങിയപ്പോൾ മക്കാര് വന്നു, അടിച്ച് ചവിട്ടി വീഴ്ത്തി ബോധം കെട്ട് ചെവിത്തോള ചോട്ടയാക്കി വീണ് കാലി ചവിട്ടി മുറിച്ച് സയ്യിദ്നാ ഇബ്നു മസ്ഊദിനെ റളിയല്ലാഹു അൻഹു. ഈ രണ്ട് കാലുകൾക്ക് അസ്ഖലും മിൻ ഉഹുദിൻ, ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ശരി ശരി, ഇനി നിങ്ങൾ കേട്ടോ. ഈ മനുഷ്യൻ മരിക്കാൻ ഒരുങ്ങുന്ന നേരത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഫറആഹു യബ്കി, കരയന്നെ ഇബ്നു മസ്ഊദ് കരയന്നെ. എന്തേ നിനക്ക് പറ്റിയത് ഇബ്നു മസ്ഊദ് തങ്ങളെ? എന്തേ പറ്റിയത്?
നിങ്ങളുടെ സമയം ആസന്നമായി, ഇനി മരിച്ചാൽ നിങ്ങളെ കുട്ടികൾ ദാരിദ്ര്യത്തിലാകുമെന്ന് പേടിച്ചിട്ടാണോ? അപ്പോൾ ലാ 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 യാ ഖലീഫ മാ ശഅല ബനാതിൽ ഫഖറ, പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന പേടി എനിക്കില്ല. لأني أمرتهن أن يقرأن كل ليلة سورة الواقعة لأني سمعت من رسول الله صلى الله عليه وسلم من قرأ سورة الواقعة كل ليلة لم تصبه فاقة أبدا. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് എല്ലാ രാത്രിയിലും നിങ്ങൾ അൽ-വാഖിഅ സൂറത്ത് ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാപ്പ മരിച്ചാൽ നിങ്ങൾക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല കുട്ടികളെ, നിങ്ങൾ എല്ലാ രാത്രിയിലും അൽ-വാഖിഅ ഓതണം കേട്ടോ. എന്തുകൊണ്ട്? لأني سمعت من رسول الله من قرأ سورة الواقعة كل ليلة, എല്ലാ രാത്രിയിലും ഒരാള് അൽ-വാഖിഅ സൂറത്ത് ഓതിയാൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. അവരെല്ലാ രാത്രി അൽ-വാഖിഅ ഓതുന്നവരാണ്. ഞാൻ മരിച്ചതുകൊണ്ട് കുട്ടികളുടെ അന്നം മുടങ്ങൂല ഖലീഫ. അതൊന്നും എനിക്ക് പേടിയില്ല ഖലീഫ. ഇവിടൊക്കെ അപ്പോൾ പിന്നെ ഖലീഫ ചോദിച്ചു, പിന്നെന്തിനാണ് നിങ്ങൾ കരയുന്നത്? അള്ളാന്റെ ഹബീബ് ഏറ്റവും സന്തോഷിച്ച ആളല്ലേ നിങ്ങള്? അള്ളാന്റെ ഹബീബിന്റെ കാര്യല്ലേ നിങ്ങള്? മുത്തുനബിക്ക് അങ്ങോട്ട് ഖുർആൻ ഓതി കൊടുത്ത ആളല്ലേ ഇബ്നു മസ്ഊദ്. അല്ലാഹു റളിയല്ലാഹു അൻഹു പറഞ്ഞാലേ അൽ ഖാരിഉ അലാ റസൂലില്ലാഹ്. എല്ലാവരും ഹബീബിൽ നിന്ന് കേട്ടവരാണെങ്കിൽ ഇബ്നു മസ്ഊദ് കേട്ടവരുമാണ്. വൽ ഖാരിഉ അലാ റസൂലില്ലാഹ്, മുത്തുനബിക്ക് അങ്ങോട്ട് ഓതി കൊടുത്ത് മുത്തുനബിയെ കരയിപ്പിച്ച ഓത്തുകാരനുമാണ് ഇബ്നു മസ്ഊദ്. മുഹമ്മദ് മുസ്തഫ തങ്ങളെ കരയിപ്പിച്ച ഓത്തുകാരനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അന്നിസാ ഓതാം ഖുർആനോട് വേണ്ടി പറഞ്ഞു. നിസാ സൂറത്ത് ഓതി وجئنا بك على هؤلاء شهيدا. എത്തിയപ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ. അത്രയും വലിയ മുത്തുനബിയെ കരയിച്ച ഊത്തുകാരനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിക്കുമ്പോൾ കുട്ടികളുടെ ദാരിദ്ര്യം കൊണ്ട് പേടിയില്ല. പിന്നെ നിങ്ങൾ വെച്ചു. അപ്പോൾ പറഞ്ഞു ഖലീഫ, ഞാൻ ദുനിയാവ് ഓർത്ത് കരയുകയല്ല. കൈഫ അഖിഫു ബൈന യദൈ റബ്ബി, റബ്ബിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കുമെന്നോർത്ത് കരയുകയാണ്. ദുനൂബി 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 ദുനൂബി, എന്റെ ദോഷം ഓർത്ത് ഞാൻ കരയുകയാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. ജനങ്ങളെ അട്ടിമറിയണ്ട. ദുനിയാവിന്റെ കളികളല്ല ആഖിറത്തിന്റെ കളി. ദുനിയാവിൽ ആളായതുകൊണ്ട് ആഖിറത്തിൽ ആളാവില്ല. ദുനിയാവിൽ ഗസേര കിട്ടിയതുകൊണ്ട് ആഖിറത്തിൽ ഗസേര കിട്ടിക്കൊള്ളുമെന്നില്ല. ദുനിയാവിൽ ജനങ്ങൾ ബഹുമാനിച്ചതുകൊണ്ട് ആഖിറത്തിൽ ജനങ്ങൾ ബഹുമാനിക്കും എന്നുമില്ല. ദുനിയാവിൽ ഒരാളെ നിസാരപ്പെടുത്തിയതുകൊണ്ട് ആഖിറത്തിൽ നിസാരനായി കൊള്ളണമെന്നുമില്ല. നിങ്ങൾക്കറിയില്ലേ, കാസർഗോഡ് നിസാരനായി ജീവിച്ച ഒരാള് തികച്ചും നിസാരനാണ്. ആ നാട്ടിലെ നിസാരന്മാരിൽ നിസാരനായി. വല്ലാതെ മിണ്ടൂല, വല്ലാതെ ബന്ധങ്ങളില്ല, വല്ലാതെ വർത്തമാനം പറയൂല. ആദ്യകാലത്ത് കുറെ നിഅമത്തുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം പോയി. സാധുവായി മരിച്ച ഒരു മനുഷ്യനെ 13 കൊല്ലം കഴിഞ്ഞിട്ട് ഖബർ തുറന്നു നോക്കിയ അവസ്ഥ എന്താ? അവസ്ഥ മൂല്യരാണോ? അല്ല. താടിക്കാരനാണോ? അതുമല്ല. താടിക്കാരനല്ല. ക്ലീൻ ഷേവ്. തന്നെ എല്ലാവരും താടിയുള്ളവരൊക്കെ പോയി പഠിച്ചോളിന്നല്ല, അങ്ങനെ മനസ്സിലാക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. സാധുവായ മനുഷ്യൻ ഖബർ തുറന്ന് പിന്നെ അവർ ഖബർ മൂടി. സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആൾ വന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾ നിജസ്ഥിതി പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഡിപ്പാർട്ട്മെന്റിൽ ഔദ്യോഗികമായി വന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടി ഖബർ തുറക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഖബർ തുറന്നു കൊടുത്തു. പിന്നെയും ഖബർ തുറന്നു. ഖബർ തുറന്നപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഖബർ തുറപ്പിച്ചു. ഖബർ പിറ്റേന്ന് പിന്നെയും തുറന്നു.
ഖബർ തുറന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്നായി. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്ന് മഹല്ല് നിവാസികൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതൊരു പിന്നീടൊരു പ്രശ്നമായാൽ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്കൊരു ഫയലിൽ സൂക്ഷിക്കാനാണ് ഒറ്റ ഫോട്ടോ. അപ്പോൾ മഹല്ല് അധികാരികൾ സമ്മതിച്ചു. അവർ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതനായ ഡിവൈഎസ്പി വന്നിട്ട് എന്ത് ചെയ്ത്, പോലീസ് ഖബറിൽ ഇറങ്ങി പച്ചയായ കാല് പിടിച്ചു നോക്കി. കാലിങ്ങനെ പിടിച്ചു നോക്കി. ചിലപ്പോ കാഴ്ച മാത്രമേ ഉള്ളൂ, അതല്ല ഇറച്ചി ക്ലിയർ തന്നെയാണോ നോക്കാൻ. വിളക്കിന്റെ മാൻഡലിന്റെ നിൽപ്പുണ്ടല്ലോ, അങ്ങനെയാണോ എന്നറിയാൻ. പെട്രോൾ മാക്സിന് ഉണ്ടല്ലോ, മനസ്സിലാവണല്ലോ. ഇല്ല, പെട്രോൾ മാക്സിനുണ്ട് ഒരു നിൽപ്പ് നിൽക്കുമല്ലോ. പെട്രോൾ മാക്സിൻ കാണുമ്പോ അങ്ങനെ നല്ല പാനിക്കടന്ന് നിൽക്കുമ്പോൾ നോക്കും. എന്നാൽ പോണേ. അപ്പൊ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വന്ന്, ഞാൻ ഇത് വെറുതെ പറയല്ല, എന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശിഷ്യൻ പോയി ആ മഹല്ലിൽ പോയി അതിന്റെ റിപ്പോർട്ട് പൂർണ്ണമായി എടുത്തതിന്റെ ശേഷമാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട് പ്രസംഗിക്കുന്ന ആട്ട് ഈ വിഷയം പ്രസംഗിച്ചിട്ടില്ല. അതിന്റെ എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കി നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യൻ കാസർഗോഡ് ഈ മഹല്ലിൽ പോയി പഠിച്ചു. ആ കുടുംബത്തിൽ പോയി വിഷയങ്ങൾ പഠിച്ച അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇറങ്ങിയ കൈ പിടിച്ച ഒരു കുഴപ്പമില്ല, കാലൊക്കെ നല്ല റാഹത്തുള്ള കാല്, നല്ല ഉഷാറ്. കഫം തുണിയുടെ തുണി പിടിച്ചു നോക്കി, മല്ല് പിടിച്ചു നോക്കി, ഒലച്ചു നോക്കി. ഇപ്പോ മാർക്കറ്റിലെ ഏതോ പീടികയിൽ നിന്ന് വാങ്ങിയതുപോലെ പുതുപുത്തൻ പിടിച്ചു നോക്കി, ഒലച്ചു നോക്കി. ഒരു കുഴപ്പമില്ല. ഇതിനെല്ലാം അനവധി സാക്ഷികൾ ഇന്നുണ്ട്. 13 കൊല്ലം അതിന്റെ ഇടയിൽ എത്ര മഴ പെയ്തു, എന്തൊക്കെ നടന്നു. മുസ്ലിയാരാണോ മുസ്ലിയാർ അല്ല, സയ്യിദാണോ സയ്യിദും അല്ല. ചിന്തിക്കണം. നാട്ടിലെ കേമനാണോ, അറിയപ്പെട്ട കേമനാണോ, കേമനുമല്ല. പിന്നെ ആരാണ് സാധുവായ മനുഷ്യൻ? സാധുവായ മനുഷ്യന് അല്ലാഹു സ്ഥാനം കൊടുത്തെങ്കിൽ ഒരു ആലിം ആമിലായാൽ ആമിലിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു സയ്യിദ് ആമിലായാൽ ഖൈഫായാൽ അപ്പോൾ ആ സയ്യിദിന്റെ സ്ഥാനം എന്തായിരിക്കും? സാധാരണക്കാരന്റെ നാലാം കാറ്റഗറി അല്ലേ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ. നാലാം കാറ്റഗറി അല്ലേ? നാലാം കാറ്റഗറിയിൽ പോലും ഇങ്ങനെയാണെങ്കിൽ രണ്ടാം കാറ്റഗറി എങ്ങനെ? മൂന്നാം കാറ്റഗറി എങ്ങനെ? ഒന്നാം കാറ്റഗറിയിലേക്ക് നമുക്ക് പോകണ്ട. അത് അമ്പിയാക്കന്മാരുടെ അവസ്ഥ പറയാനേ നമുക്ക് കഴിയില്ല. വർത്തമാനം പറഞ്ഞു കിടക്കുന്ന ആളാണ്. ആ അവസ്ഥയിലാണ് മുഹമ്മദ് മുസ്തഫ. വർത്തമാനം പറയും, വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ടല്ലോ, പിന്നെയും വന്നിട്ടില്ല. എത്ര ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ചിന്തിച്ചു. വഹാബികൾ പറഞ്ഞു ഇയാൾക്ക് പിരാന്താണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ റസൂലുള്ള പിന്നെ പല ആളുകൾ അടുത്തുനിന്ന് നേരിട്ട് വന്നിട്ടുണ്ട്. ഖാസിമി പറയുന്നു അയാൾക്ക് പിരാന്താണ്. ആയിക്കോട്ടെ, എനിക്ക് പിരാന്താണ് എന്ന് നിനക്ക് പറയുന്ന അവസ്ഥയിലേക്ക് അള്ളാഹ് ആക്കി എന്നുള്ളതാണ്. അള്ളാഹു എനിക്ക് തൗഫീഖ്. അൽഹംദുലില്ലാഹ്. വഹാബികൾ സോഷ്യൽ മീഡിയ നിറച്ചിട്ടുണ്ട്. ഖാസിമി പറയുന്നേ പുത്തുനബി നേരിട്ട് വരുന്നതാണ്. എന്റെ അടുത്തേക്ക് വന്നോളന്നില്ല, ആ കൂടി അടുത്തേക്ക് വരും. മുഹമ്മദ് മുസ്തഫ ഓർക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. എത്ര ആളടുത്തേക്ക് വരണോ, ഇനി എത്ര ആളടുത്തേക്ക് വരും മുഹമ്മദ് മുസ്തഫ. നേരിട്ട് വരും, നേരിട്ടും വരും, യഖളത്തിൽ വരും. മനാമല്ല, മനാമ പൂളക്കളക്കുന്നവനും ചേമ്പിന് കളക്കുന്നവന്റെ അടുത്തേക്ക് പോലും മനാമിൽ പോകുമെങ്കിൽ ഔലിയാക്കന്മാരുടെ അടുത്തേക്ക് യഖളത്തിലും വരും മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എന്താണ് കാസർകോട്ടെ ഖബർ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാ അൽ അബ്രിയാ അൽ അസ്ഫിയാ.
എല്ലാ ഫിത്നകളിലും മാറി നിൽക്കുന്ന, എല്ലാ രംഗവേദികളിലും മാറി നിൽക്കുന്ന, എല്ലാ പള്ളിയതാകാനുള്ള സ്ഥലങ്ങളിലും മാറി നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവരെ അല്ലാഹു ഒരു വലിയ മുത്തഖീങ്ങളുമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാ അൽ അബ്രിയാ അൽ അസ്ഫിയാ. അങ്ങനത്തെ ചില ആളുകളുണ്ട്, അവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലദീന ഇദാ ഹളറൂ ലം യുദ്ഉ. അവർ നാട്ടിലുണ്ടെങ്കിൽ ആരും അവരെ വിളിക്കൂല. നാട്ടിലുണ്ടെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കാൻ അവരെ വിളിക്കൂല. അല്ലദീന ഇദാ ഹളറൂ ലം യുദ്ഉ. അവർ നാട്ടിലുണ്ടെങ്കിലും അവരെ വിളിക്കൂല. ഒരു നിശ്ചയത്തിനൊന്നും വിളിക്കൂല. നിശ്ചയത്തിനൊന്നും വിളിച്ചോളന്നില്ല. എന്തുകൊണ്ട്? ഒരു കാര്യമായ നിശ്ചയത്തിനൊന്നും സാധുക്കൾ പറ്റ സാധുവായ ഒന്നിലും പെടാത്തൊരു സാധുവിനെ വിളിച്ചോളന്നൊന്നുമില്ല. അല്ലദീന ഇദാ ഹളറൂ ലം യുദ്ഉ. അവർ നാട്ടിലുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ടതിനെ അവനെ വിളിക്കൂല. കാരണം നിശ്ചയത്തിനൊക്കെ വിളിക്കണമെങ്കിൽ ഒന്നിരിക്കൽ തൊള്ളോണ്ട് 4 വർത്താനം പറയാൻ കഴിയണം. അല്ലെങ്കിൽ കല്യാണം അലസിയാൽ തല്ലാനൊപ്പം പോകാൻ കഴിയണം. അല്ലാതെ രണ്ടിനും അല്ലാത്ത പരക്കച്ചോറിന് കല്യാണത്തിന് വിളിക്കുള്ളൂ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കല്യാണത്തിന് ചിലപ്പോൾ അവനോട് പറയും, ഈ കുഞ്ഞുമേമരെ നേരത്തെ തന്നെ വരണട്ട, എല്ലാവരും കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് ചിലപ്പോൾ അവനോട് പറയും. അതെന്തിനാണ്? അതവിടെ ഇല എടുത്തിടണം, അവിടെ പ്ലേറ്റ് കഴുകണം, അവിടെ എന്താ പറയാ ടേബിൾ നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ, നിങ്ങൾ സ്ഥലത്തുണ്ടല്ലോ. അറി മനുഷ്യന്മാരെ 2 കൂട്ടക്കാരോട് 2 നിലക്കാ പറയാ. പറ്റ സാധുവാണെങ്കിൽ പറയാം, ഈ കുഞ്ഞുമേമരെ രാവിലെ മുതൽ കല്യാണം കഴിയുന്നവരെ അവിടെ ഉണ്ടാകട്ടാ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് കൊടുക്കാനും ടേബിൾ കൊടുക്കാനും ഞാൻ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഒരാളാണ് എന്നാണ്. മന്ത്രിനോട് പറയാം, അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് കയറിപ്പോയാൽ മതി, അങ്ങനെ പറയാം. 2 കൊല്ലത്തിൽ പറയാം. മന്ത്രി നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ടാകട്ടോ എന്ന് മന്ത്രിനോട് പറയില്ല. എന്തുകൊണ്ട്? തിന്നിട്ട് മാനില്ല, നമ്മളെ പോട്ടത്തിൽ കിട്ടിയാൽ മതി എന്നാണ് അതിൻ്റെ വേന. 2 ആളുകളും 2 കൊല്ലത്തിൽ പറയാം. എനിക്കന്ന് 100 പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ പറയും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിപ്പോയാൽ മതി എന്ന് പറയും. സാധുക്കളോട് അങ്ങനെയല്ല. അവർ നാട്ടിലുണ്ടെങ്കിലും അവരെ ക്ഷണിക്കുകയില്ല. അവർ നാട്ടിലില്ലെങ്കിൽ അവരെ പറ്റി അന്വേഷിക്കുകയുമില്ല. നാട്ടിലില്ലേ അന്വേഷിക്കാൻ അങ്ങനെയാണ് പോയി ഉമ്രക്ക് പോയി. പിന്നെ അതുപോലെയൊക്കെ പണിയെടുത്ത് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നാട്ടിലെ പ്രധാനിന്റെ അടുത്ത് പോയി പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഞാൻ ഉമ്രക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്നു. പിന്നെ ബദർ ബേക്കറിയിൽ 1.5 കൊല്ലം പണി കിട്ടി. അങ്ങനെ കഴിഞ്ഞ് ഇവിടെ വരികയാണ്. ഇന്നലെ മിന്നാന്നാണ് ഞാൻ വന്നതെന്ന നാട്ടിലെ പ്രധാനി ചോദിക്കും, ഇവിടെ ഇല്ലായിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, ഇവിടെ ഇല്ലേ? അതാണ് വൈരാഗാബു. അവർ നാട്ടിലില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പുണ്യ റസൂൽ മുസ്തഫ. ചില നല്ല മനുഷ്യന്മാരുണ്ട്, അവർ നാട്ടിലുണ്ടെങ്കിൽ സാധുക്കളാണ് അവർ നാട്ടിലുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടതിന് വിളിക്കൂല. നാട്ടിലില്ലെങ്കിൽ ഒരാൾ അവരെ അന്വേഷിക്കുകയുമില്ല. പക്ഷേ ഖുലൂബുഹും മസ്വാബിഹുൽ ഹുദാ. അവരുടെ ഹൃദയം ഈമാന്റെ വിളക്കുകളായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഖുലൂബുഹും മസ്വാബിഹുൽ ഹുദാ, മസ്വാബിഹുൽ ഹുദാ എന്ന് മുഹമ്മദ് മുസ്തഫ. അവരുടെ ഹൃദയം മസ്വാബിഹുൽ ഹുദാ, മസ്വാബിഹുൽ ഹുദാ, മസ്വാബിഹുൽ ഹുദാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് വെളിച്ചുണ്ടാവുന്നല്ല, അവരെ കണ്ട് പഠിച്ചവർക്ക് പോലും വെളിച്ചം കിട്ടും. കാരണം അവരെ വിളക്കിനോടാണ് ഉപമിച്ചത് മുഹമ്മദ് മുസ്തഫ. വിളക്കിന്റെ ആവശ്യത്തിനല്ല, വിളക്ക് മാത്രമല്ല, വിളക്ക് നാട്ടുകാരുടെ ആവശ്യത്തിനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാവുന്നല്ല പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഖുലൂബുഹും മസ്വാബിഹുൽ ഹുദാ, ഖുലൂബുഹും മസ്വാബിഹുൽ ഹുദാ. അവരുടെ ഹൃദയങ്ങൾ ഈമാന്റെ വിളക്കുകളായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. യഖ്റുജൂന മിൻ കുല്ലി ഫിത്ന. നാട്ടിൽ ഒരു ഫിത്ന ഉണ്ടെങ്കിലും ആ ഫിത്നയിൽ അവരൊന്നും ഉണ്ടാവില്ല, അവരതിലൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ഒഴിഞ്ഞും കഴിഞ്ഞും അങ്ങനെ പോകും. അങ്ങനത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കായ ഖബറുകൾ മലബാറിലുണ്ടാവും. ഒരു കാസർകോട്ടൊന്നുമല്ല, കണ്ട് പൊട്ടിച്ച് നോക്കിയാൽ എത്രയോ ഉണ്ടാവും, എത്രയോ ഉണ്ടാവും. അവർക്ക് നസീമുൽ ഫിർദൗസിൽ നിന്ന്, അലങ്കൃതമായ നസീമുൽ ഫിർദൗസിൽ നിന്ന് ഫിർദൗസിന്റെ മനോഹരമായ വാസന അവർക്ക് അടിച്ചു വീശിക്കൊണ്ടേയിരിക്കും.
ഖബറിന്റെ സ്ലേബ് തുറന്നു കേട്ട് അനുഭവിച്ച് പരിചയമില്ലാത്ത അതിമനോഹരമായ സുഗന്ധമാണ്. പിറ്റേന്ന് ഖബർ തുറന്നപ്പോഴും സുഗന്ധമാണ്, സുഗന്ധം തന്നെ. قلوبهم مصابيح الهدى يخرجون من كل فتنة سوداء എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, എപ്പോൾ അബ്ദിയത്തിലേക്ക് പോകണം. എന്താ അബ്ദിയ? അബ്ദിയ എന്ന് പറഞ്ഞാൽ ഞാനെല്ലാമാണ് എന്ന ധാരണയല്ല, ഞാനൊന്നുമല്ല എന്ന ധാരണയാണ്. ഞാനൊന്നുമല്ല എന്ന ധാരണയിൽ നിന്നാണ് അബ്ദിനെ അല്ലാഹു തആല സ്വീകരിക്കുക. അബ്ദിയത്തിന്റെ മർത്തബയാണ് റിസാലത്തിന്റെ മർത്തബയേക്കാളും വലുത്. അപ്പോൾ വിലായത്തിന്റെ മർത്തബയിലും അബ്ദിയത്തിന്റെ മർത്തബക്കാണ് പ്രാധാന്യം. വലിയാവുന്നേക്കാൾ വലിയ ഇഷ്ടം അബ്ദാകലായിരിക്കും. റസൂലാകലിനേക്കാൾ ഇഷ്ടം അബ്ദാകലായിരിക്കും. ഏതൊരു മഹാനും അങ്ങനെയാണ്, അബ്ദാകലാ ഇഷ്ടം. അതുകൊണ്ടാണ് അന അബ്ദുഹു റസൂലുഹു എന്നാണ് ഏത് ഹദീസിലും അന റസൂലുഹു അബ്ദുഹു എന്ന് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്. റിസാലത്തല്ലേ വലിയ വാക്ക്? റിസാലത്തല്ലേ വലിയ വാക്ക്? അങ്ങനല്ലേ വലിയ വാക്ക്? വലിയതുകൊണ്ടാണല്ലോ പരിചയപ്പെടുത്തുക. അങ്ങനല്ലേ വലിയതുണ്ടല്ലേ പരിചയപ്പെടുത്തുക? അങ്ങനല്ലേ വലിയതല്ലേ ആദ്യം പറയാം? അങ്ങനല്ലേ ആദ്യം പറയാം? വളരെ ചിന്തിക്കണം. ഒരാളെ പറയുമ്പോ അയാളെ വലുതല്ലേ പറയും? ഒരാൾ അരിമ്പ്ര മാലിലും പള്ളിന്റെ മെമ്പറുമാണ്, കേരള നിയമസഭയിലെ MLA ആണ്, അങ്ങനെ സങ്കല്പിക്കും. ഒരാള് അരിമ്പ്ര മാലിലെ മെമ്പറുമാണ്, പിന്നെ കേരള നിയമസഭയിലെ MLA എന്ന് സങ്കല്പിക്കും. എന്നാൽ അയാളെ കോഴിക്കോട്ട് വെച്ച് കണ്ടാൽ ഇതാ അരിമ്പ്ര മാലിലെ മെമ്പർ അത് വരുന്നു, നമുക്കൊന്ന് പോയി നോക്കാൻ ആരെങ്കിലും പറയും? മനുഷ്യന്മാര് അതാ നമ്മൾ MLA വരുന്നതല്ലേ പറയാ. പിന്നെ പറയണ കൂട്ടത്തിൽ പറഞ്ഞിട്ട് MLAക്ക് ധീരമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തും പറയും. നിങ്ങൾ വിചാരിച്ച രാഷ്ട്രീയക്കാരൊന്നല്ല, അരിമ്പ്രമാലിൽ മെമ്പറുമാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഒപ്പിക്കും. അങ്ങനെ ചെയ്യാം. എന്നാൽ എന്ന ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. എവിടെയും അബ്ദിയത്തിനെയാണ് റിസാലത്തിനേക്കാൾ മുന്നിച്ചത്. അന അബ്ദുഹു വറസൂലുഹു, റസൂലിനല്ല ഖുർആൻ കൊടുത്തത് അബ്ദിനാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള മർത്തബയാണ്, അതിനേക്കാൾ ഇനി താഴെ ഒരു മർത്തബയില്ല. അബ്ദ് എന്നാൽ അടിമാന്ന് പറഞ്ഞാൽ ഓ സബ്സേ നീച്ചേ ഉസ്സേ നീച്ചേ കുച്ച് ഭീ നഹീ ഹൈ ഓർ കോയി ഭീ നഹീ ഹൈ. ഓനാണ് ഏറ്റവും താഴെ, ഓന്റെ താഴെ വേറെ ആരുമില്ല, ഓരൊന്നുമില്ല. അതാണ് അടിമാൻ. ചിന്തിക്കുന്നു. 4 മണി വരെ പണിയെടുത്തു, 4:30 വരെ പണിയെടുത്തു, 5 മണി വരെ തൊഴിലാളി പണിയെടുക്കണം എന്നാണ് നിയമം. 5 മണി കഴിഞ്ഞിട്ടും മുതലാളി പറഞ്ഞു, മെമ്മരെ അബ്ദുറഹ്മാനെ അബൂക്കറെ 3 തെങ്ങും കൂടി ബാക്കിയുണ്ട്, അതും കൂടിയാണ്ട് കളച്ചണ ഒപ്പിച്ചാളാന്ന് പറഞ്ഞാൽ ഇവന് ഉസുറും പുളിയും എന്ന 2 സാധനം ഓൻ്റെ വല്യാപ്പാൻ്റെ വഴിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും ഞാൻ പണിക്കുന്നതാണ്, ഞാൻ എൻ്റെ അടിമേന വിചാരം പറയും. മനുഷ്യന്മാർ നിങ്ങളിന്റെ കൂടെ അല്ലേ പറയും. 5 മണി വരെ പണിയെടുക്കാം. 5 മണി കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞേ അല്ല വിചാരിച്ച് ഞങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ട്, ഞാൻ ST ആണ്, നേരം വഴി പണിയെടുപ്പിച്ച ഓലാണ് പേരും തലയെ കെട്ടിച്ച്, ഞാൻ CIT ആണ്, ഓനെ കൊണ്ടുള്ള ഓരോരുത്തർ പറയാനും വയ്യ, ഞാൻ INDOC ആണ്. അങ്ങനെ പറയും. ഞങ്ങൾക്ക് അസോസിയേഷൻ ഇല്ല. അടിമക്ക് അസോസിയേഷൻ ഇല്ല, അടിമക്ക് സംഘടനയില്ല, അടിമക്ക് കൂലിയില്ല, അടിമക്ക് അസോസിയേഷൻ ഇല്ല, അടിമക്ക് അടിമയുടേതായ താല്പര്യവുമില്ല, അടിമക്കൊരു നേരമില്ല. അടിമയോട് എപ്പോഴും പറയും. മുതലാളിയുടെ പുരയിൽ തൊഴിലാളി താമസിച്ചപ്പോൾ നട്ടപ്പാതിരക്ക് 3 മണിക്ക് എണീറ്റൊരു പണി പറഞ്ഞാൽ പറയും വേറെ ആളെ നോക്ക്, ഞാൻ പണിക്കാരനാണ്, എൻ്റെ അടിമയല്ല. അടിമക്ക് പറയാൻ പറ്റില്ല, ഞാൻ അടിമക്ക് പറയാൻ പറ്റില്ല, ഞാൻ അടിമല്ല. എന്നാൽ അല്ലാഹു ഖുർആൻ കൊടുത്തത് അടിമക്കാണ്.
ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, ഞാൻ എന്റെ അടിമക്ക് കൊടുത്ത ഖുർആൻ, റസൂലിന് കൊടുത്ത ഖുർആൻ എന്നല്ല, അടിമക്ക് കൊടുത്ത ഖുർആൻ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അടിമ അപ്പൊ റിസാലത്തിന്റെ ഏറ്റവും വലിയ ഫായിഖത്തായ മർത്തബയിലാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിന്റെ ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അടിമ 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 എന്നാണ്. അപ്പോൾ ഉടമക്കാരന്റെ മുന്നിൽ ഏറ്റവും ചെറുതാകലാണ് ഒരാളെ മഹത്വം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഔലിയാക്കന്മാര് തലേ കെട്ടിയതും അവര് പരിക്കം കൊണ്ടെടുത്തും ഇതും പാഞ്ഞു പറയണ്ട. അവർ അള്ളാന്റെ മുന്നിൽ ചെറുതായി, അടിമകളെ മുന്നിലും ചെറുതായി. അതാണ് അവർ വലുതായത്. അതിന്റെ വലുപ്പത്തിൽ ഉള്ളനെ ചിന്തിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഇന്നത്തെ സൂറത്ത് അൽ കഹ്ഫ്, വെള്ളിയാഴ്ച രാവ് പകലിന്റെ സൂറത്തല്ലേ അൽ കഹ്ഫ്. അൽ കഹ്ഫിൽ എന്താ മുത്തുനബിയെ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അടിമക്ക്, തന്റെ അടിമക്ക് ഖുർആൻ ഇറക്കി കൊടുത്തവനാണ് സർവസ്തുതിയും. അടിമ മുഹമ്മദ് മുസ്തഫ. മേലക്കൊണ്ടേത് റസൂലിനല്ല, മേലക്കൊണ്ടേത് റസൂലിനല്ല. മേലക്ക് കൊണ്ടുപോയത് റസൂലിനെ അല്ല, മേലക്ക് കൊണ്ടുപോയത് നബിയെയും അല്ല. പക്ഷേ അല്ലാഹു തആല അഭിമാനപൂർവ്വം പറഞ്ഞ എന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ഇത് മനോരമയല്ല, ഇത് മാതൃഭൂമിയല്ല, ഇത് പരിശുദ്ധ കലാമാണ്. ആ കലാമിൽ ഒരു പദം പറഞ്ഞാൽ അതിന് വില. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. അപ്പോൾ ആകാശത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയല്ലോ, മിഅ്റാജിന് കൊണ്ടുപോയത് അടിമയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അടിമ. അന്ന് ഭൂമിയിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ വഹി കൊടുത്തിട്ടുണ്ട് മുത്തുനബിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ആകാശത്ത് അതിന്റെയും അപ്പുറത്ത് സിദ്റത്തുൽ മുൻതഹയിൽ ഒരു പ്രത്യേക ലോകത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ. തുറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. അവിടെ ജിബ്രീൽ പോലും മാറി നിന്നുപോയി. ജിബ്രീലിന് പോലും ആ പ്രദേശത്തേക്ക് അനുവാദമില്ലാതെയായി. അവിടെ എത്തി പുണ്യ റസൂൽ മുസ്തഫ. അപ്പോൾ അല്ലാഹു നേരിട്ട് വഹി കൊടുത്ത് നേരിട്ട് എത്രയാണ് വഹീന്റെ ഇൽമ് എന്ന് ദുനിയാവിലുള്ള എല്ലാവരും കൂടിയാൽ കണക്കാക്കാൻ കഴിയുകയില്ല. അല്ലാഹു നേരിട്ട് വഹി കൊടുക്കുക മുത്ത് റസൂലുള്ളാഹിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താണ് അവിടെ ആയത്ത്? എന്താണ് മുത്ത് നബിയെ പറ്റി ആയത്ത്? ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. فأوحى إلى عبده ما أوحى إلى رسوله അല്ല إلى نبيه അല്ല. ജനങ്ങളെ, ഇത് മനോരമയല്ല, ഇത് മാത്സിന്റെ പുസ്തകമല്ല, ഇത് കെമിസ്ട്രിയുടെ പുസ്തകമല്ല. ചെറുതായാൽ അല്ലാതെ വലുതാകാൻ കഴിയുകയുമില്ല. ജനങ്ങളെ മുന്നിൽ വലുതായിട്ട് കാര്യവുമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. നമ്മൾ ചെറുതാകണം. മരിച്ചാൽ ബാക്കിയുള്ളവർ നല്ലത് പറഞ്ഞാൽ പിന്നെ നമ്മൾ നന്നാവുമെന്നൊരു ധാരണ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അതും പൊട്ടത്തരാണ്. നാട്ടുകാർ നല്ലത് പറഞ്ഞത് കൊണ്ട് നന്നായി കൊള്ളണമെന്നില്ല. മുഅ്മിനീങ്ങൾ നല്ലത് പറയണം. മുഅ്മിനീങ്ങൾ നല്ലതെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ നല്ലതാണ്. ഒരാൾ മരിച്ചതിന് പിന്നെ എല്ലാവരോട് പറഞ്ഞു നല്ലവനായിരുന്നു. അത് EMS സംഭവിച്ചപ്പോൾ അത് മരിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞു നല്ല മനുഷ്യനായിരുന്നു, സ്വർഗം കിട്ടുക. ചിന്തിക്കണം. EMS മരിച്ചതിന്റെ പിറ്റേന്ന് നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞല്ലോ, മരിച്ചിട്ട് എത്ര കൊല്ലായി? ഇപ്പൊ എല്ലാ കൊല്ലവും കമ്മ്യൂണിസ്റ്റുകാർ കൂടി പറയാറുണ്ട് നല്ലോനായിരുന്നു. ഫിർദൗസിൽ കിട്ടുമോ?
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ഇന്നെ വിളിച്ചിട്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ, ഒന്നും വിചാരിക്കരുത്. ഞങ്ങളെ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ വിചാരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ബോധമുള്ള, എനിക്കും ഒക്കെ ഒരു ബോധം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു ധാരണ. ഇപ്പം മരിച്ചിനെ വെച്ചാൽ 4 ആളുകൾ എല്ലാവരും കൂടിയിട്ടോ നല്ലവനായിരുന്നു, അത് പറയുമല്ലോ. ബ്രോക്കർ മരിച്ചാൽ ബാക്കിയുള്ള ബ്രോക്കർമാർ പറയും നല്ലോനായിരുന്നു. കന്നുവച്ചടക്കാരൻ മരിച്ചാൽ ബാക്കിയുള്ള കന്നോട കച്ചവടക്കാർ പറയും നല്ലോനായിരുന്നു. ഭൂമി കച്ചവടക്കാരൻ മരിച്ചാൽ ബാക്കിയുള്ള ഭൂമി കച്ചവടക്കാർ പറയും നല്ലോനായിരുന്നു. വ്യാപാരി വ്യവസായി മരിച്ചാൽ പറയും ബാക്കിയുള്ള വ്യാപാരി വ്യവസായി പറയും നല്ലോനായിരുന്നു. SNDP-ക്കാർ മരിച്ചാൽ ബാക്കിയുള്ള SNDP-ക്കാർ പറയും നല്ലോനായിരുന്നു. وما رآه المسلمون مؤمنون حسنا فهو عند الله حسن وما رآه المؤمنين قبيحا فهو عند الله قبيح. മുഅ്മിനീങ്ങൾ നല്ലതാക്കിയാൽ നല്ലതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വർക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിന പറയുന്ന ഒരു മുഅ്മിനാകണം. മുഅ്മിനാകണമെങ്കിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാകണം. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. മുഅ്മിനാണെങ്കിലോ ഏറ്റവും വലിയ മുഅ്മിനിന്റെ സിഫത്ത് എന്താ? അബ്ദിയത്ത്. ആദ്യത്തെ സൂറല്ലേ, ആദ്യം ഇറങ്ങിയതല്ലേ അലഖിൽ മുത്തുനബിയെ പറഞ്ഞത് മഅബ്ദ് എന്ന. അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. അബ്ദ് മുഹമ്മദ് വർക്കപ്പറ മുഹമ്മദ്. ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ ചെറുതായാലേ വലിയാകാൻ കഴിയുള്ളൂ. എത്ര ചെറുതായോ അത്ര വലിയതാവും. എത്രയാണ് കുരുക്കൾ അമർന്നത് അത്രയാണ് കുരുക്കൾ മേലേക്ക് ചാടുക. അങ്ങനെയാണ് കുരുക്കൾ ഇങ്ങനെ അമർന്നിട്ട് ഇങ്ങനെ പാറ്റാടൻ ഓന്ത് കിടക്കും പോലെ ഇങ്ങനെ കളത്തിൽ കിടക്കുമ്പോ വിഡ്ഢി എന്ത് വിചാരിക്കും? വിഡ്ഢി വിചാരിക്കും ഇയാൾ ഇപ്പൊ തന്നെ തോറ്റല്ലോ. അയാൾ തോറ്റതല്ല, അയാൾ അമ്പിയതാണ്. അമ്പിയാലേ പോകുള്ളൂ. ചിന്തിക്കും. അയാൾ എത്ര താഴ്ന്നു അത്ര അയാൾ പൊങ്ങും, എത്ര താഴ്ന്നു അത്ര പൊങ്ങും. ചിന്തിക്കും. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ.